ഒരു മഴയ്ക്ക് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ശക്തമായിട്ടുള്ളൊരു മഴ തന്നെ പറയണം. അത്രത്തോളം നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണേ. അതേപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. മാത്രമല്ല ഇപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും തന്നെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി സേഫായിട്ടൊക്കെ ഇരിക്കുക. നമുക്കാരും കഴിഞ്ഞ ദിവസം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റായിരുന്നു, വേറെ ഒന്നുമല്ല കേട്ടോ. ജലദോഷം, പനി, അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഹോസ്പിറ്റലൊക്കെ പോയി മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ നമുക്ക് ഇന്ന് എന്തായാലും ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചത്. അതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് നല്ല രീതി തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു തണുത്ത കാറ്റ് നന്നായിട്ട് വീശിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കൂടി പോയി ഉണ്ടാവും ഈ ഒരു തോർച്ചയൊക്കെ. കാരണം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് മഴ തന്നെയാട്ടോ. ആ ഒരു മഴ പെയ്തോടുകൂടി പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു തണുപ്പ് നല്ല അടിപൊളിയായിട്ടാണ്, നല്ല ശക്തമായ തണുപ്പ് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഒരു പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന ആ ഒരു സൗണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, അത്രത്തോളം തണുപ്പായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ പറമ്പിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നട്ടുകൊണ്ട് നമ്മുടെ ചോളം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ 1-2 വിളവെടുപ്പൊക്കെ നടത്തിയിടും. എന്തായാലും അന്നൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ചോളം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നോക്കിയാൽ പലതും പല സൈസിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് നോക്കൂട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു മുടി പോലെ സംഭവം. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഉണങ്ങി വരാനുണ്ട്. അപ്പോൾ മൂത്തതൊന്നും അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയപ്പോഴത്തേനും കറക്റ്റ് വരുവാട്ടോ. ഒരുപാട് മൂത്ത് പോയിട്ടില്ല എന്നാൽ കറക്റ്റ് പരുവത്തിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കൈയോടെ അതിനങ്ങ് നോക്കിയിട്ട് അതേപോലെ നമ്മുടെ ഇടയിലായിട്ട് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചോളൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വന്ന് പൊട്ടിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ കൂട്ടത്തിലെ കിളികളുടെ സൗണ്ട് നല്ല രസമായിട്ടോ ഇങ്ങനെ ഈ ഒരു ടൈമിലൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കി ഇതൊന്ന് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇത് നന്നായിട്ട്, അതായത് നമ്മൾ കുറച്ച് നേരത്തെ പൊളിച്ചില്ല, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മൂപ്പ് എത്തിയിട്ടുണ്ട്. പലതും പല സ്റ്റേജിലാട്ടോ നിൽക്കുന്നത്. ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നന്നായിട്ട് ഒരു യെല്ലോ കളറിലേക്ക് മാറിയിട്ടില്ല. മറ്റേത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ പോലും ഇത്രയും അങ്ങ് മൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഇതിനിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല മൂപ്പാവും കേട്ടോ. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ വിത്തിനേ പറ്റുള്ളൂ. നല്ല അത് നമുക്ക് കൈയോടെ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോളം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് നട്ടു കൊടുത്തുള്ളത് നമ്മുടെ ഏലത്തിൻ്റെ ഇടയിലാട്ടോ. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഏലത്തിൻ്റെ ഇടയിൽ നിന്ന് ചോളം പറിക്കുന്നത്. അത് വേറെ കേട്ടോ. കാരണം ഒരു ഏലത്തിൻ്റെ ആ ഒരു തട്ടയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ, അതായത് ഏലം കുറച്ച് നന്നായിട്ട് വളർന്നതിന് ശേഷം ഇപ്പോൾ ചോളത്തിൻ്റെ ഒരു തണ്ടൊക്കെ നമുക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് കയറിയാലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഒരു ഏലത്തിൻ്റെ തടത്തിലാണോ നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ പറയട്ടെ. കാരണം ഇതിൻ്റെ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിളവെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോളത്തിൽ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മളിതാ ചോളം ഒടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പല സ്റ്റേജിലായിട്ടുള്ളതെന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ മൂപ്പ് എത്തിയതും ഉണ്ട്. അതേപോലെ തന്നെ ഇനി കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ കറക്റ്റ് പരിപാടിയുള്ള എല്ലാം നമുക്ക് ഇന്നൊന്ന് പറിച്ചെടുക്കാം. കാരണം ഇനി കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് മൂക്കുകയും ചെയ്യും. മാത്രമല്ല ഇനി ഫുള്ള് മഴ തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഒടിക്കാൻ പാകത്തിനുള്ളത്. അതേപോലെ തന്നെ മഴയ്ക്ക് ശേഷം പുറത്തിറങ്ങിയോണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കൂടുതലുള്ള പുല്ലായാലും അതുപോലെ തന്നെ ചെടികൾ മൊത്തത്തിൽ ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ചോളം ഒടിക്കുമ്പോൾ ആ ഒരു തണ്ടിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല തണുപ്പുള്ളൊരു വെള്ളത്തുള്ളികൾ തന്നെയാണ്. അപ്പോൾ അത് നോക്കി ഇപ്പോഴും നല്ലൊരു മഴക്കാരനെ കേട്ടോ. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് മഴ പ്രതീക്ഷിക്കാം കേട്ടോ. എപ്പോഴും നമുക്കൊരു 5-10 മിനിറ്റൊക്കെ ചെറിയൊരു ഗ്യാപ്പ് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം അതെന്നെ വലിയൊരു ആശ്വാസം എന്ന് പറയാം. ആ ഒരു ടൈമിൽ നമുക്ക് പുറത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശടപടയെ നമുക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാട്ടോ മഴ ഇനി എപ്പോൾ പെയ്തൊന്നുമല്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തായാലും പറിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു ടൈം ഇതുപോലെ നമ്മൾ ഇതുവരെ കാണാത്ത പല ആൾക്കാരെയും നമ്മുടെ പറമ്പിൽ കാണാൻ വേണ്ടി പറ്റുട്ടോ. ഇപ്പോൾ കറക്റ്റ് പരിപാടി മാത്രം കേട്ടോ നമ്മളിപ്പോൾ ഒടിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടി ഒടിക്കാനാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒടിച്ചതൊക്കെ ഒന്ന് കുറച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കാം. അതേപോലെ തന്നെ ഒരു പാത്രമൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു പാത്രം നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേനും പാത്രം കുറച്ച് അപ്പുറത്തായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു പേരമരം കൂടി ഇട്ടത്. ഈ ഒരു പേരയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് പണ്ടൊക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു മഴയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് കൈ എത്താൻ ദൂരത്തുള്ള കുറച്ച് മരങ്ങളും ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് അതിൻ്റെ താഴെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു മേളിൽ നിന്ന് വെള്ളത്തുള്ളികളൊക്കെ വന്ന് താഴേക്ക് ഇങ്ങനെ വീഴുമ്പോൾ കാണാൻ തന്നെ പ്രത്യേക രസമായിട്ട്. അപ്പം നല്ല ആ ഒരു എഫക്റ്റിൽ വെറുതെ ഒന്ന് കുലുക്കി വയ്ക്കുകയാണ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ട്. കാരണം അത്രത്തോളം നന്നായിട്ടോ വെള്ളത്തുള്ളികൾ ആ ഒരു ഇലകളിൽ നിന്നൊക്കെ ഇങ്ങനെ താഴേക്ക് ഒതിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചോളമല്ല എന്തൊടിക്കാനാണെങ്കിലും മഴ പെയ്തതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് നമ്മൾ. അത് പല രീതിയിലും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ചുമന്ന മണ്ണാട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മഴ പെയ്യുമ്പോഴത്തേനും മണ്ണ് മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ വെക്കുന്നവിടെ നമുക്ക് ചിലപ്പോൾ ഒരു സ്ലിപ്പായിട്ടങ്ങ് പോകും കേട്ടോ. കാരണം കറക്റ്റ് ഒരു ഗ്രിപ്പൊന്നും കിട്ടാതെ തന്നെ. അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണ്ടത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നട്ടു കൊടുത്തുള്ള എല്ലാ ചോളവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടു കൊടുത്തതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സീഡുകൾ നമ്മൾ നന്നായിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇത് നട്ടു കൊടുക്കേണ്ട ഒരു കറക്റ്റ് ടൈം ഉണ്ടാവില്ല, ആ ഒരു ടൈമിൽ നട്ടു കൊടുത്തതാട്ടോ. അതേപോലെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് വിത്തുകളൊന്ന് എടുത്ത് വയ്ക്കേണ്ടതാണ്, മാത്രം നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് കൂടി പറിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതുപോലെ നമ്മുടെ ചോളമൊക്കെ. പിന്നെ നമ്മുടെ മഴയൊക്കെ പെയ്തിട്ടേ മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട് തന്നെ ഇതുകൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു മണ്ണിൻ്റെ പച്ചമണം കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടേ. അപ്പോൾ ഇതാ ഈ ഒരു ചോളം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇതിലാണെങ്കിൽ ഒരുപാട് മണികളൊന്നും ഇല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, അത് നമ്മുടെ ആവണിക്കുട്ടിക്ക് കൊടുത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം പെട്ടെന്ന് തീരുമല്ലോ. കാരണം വലുതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഒരുപാട് ടൈം എടുക്കണം അത് കഴിച്ച് തീർക്കാൻ വേണ്ടി. അപ്പോൾ ഇതാകുമ്പോൾ ആൾക്ക് ഇഷ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് കഴിച്ച് തീരുകയും ചെയ്യും. പിന്നെ പൊതുവേ നമ്മുടെ ആവണിക്കുട്ടിക്ക് ചോളം കഴിക്കാൻ ഇഷ്ടമാട്ടോ, ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. ഇന്നാണെങ്കിലും രാവിലെ തൊട്ട് പറയണ്ടായിരുന്നു അമ്മ ചോളം ഒടിക്കാൻ പോകാമെന്ന്. പിന്നെ അവളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോളം ഒടിക്കലൊന്നും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നടക്കില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അട്ടയുടെ പ്രശ്നം നമുക്ക് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഴിക്കുന്നതല്ലോ നമ്മുടെ കുഞ്ഞാവേനെ അട്ട കഴിച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാട്ടോ ഞാൻ എന്തായാലും അവളെ കൊണ്ടുവരാതിരുന്നത്. മാത്രമല്ല അവളിപ്പോൾ നല്ല ഉറക്കാട്ടോ, നല്ല ഉറങ്ങി നീക്കുമ്പോഴത്തേനും നമുക്ക് ചോളമൊക്കെ ഒടിച്ച് കൊണ്ടുപോയിട്ട് ചോളം പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആൾ നല്ല ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഇതാ ഇതും അത്യാവശ്യം നന്നായിട്ട് മൂത്തതാണേ. പിന്നെ നമ്മളിങ്ങനെ ചോളമൊക്കെ ഒടിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു തണ്ടൊക്കെ നമുക്ക് പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. കാരണം പശുക്കൾക്ക് നന്നായിട്ട് ഇപ്പോൾ പാലുൽപാദനമുള്ള പശുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ അടിപൊളിയാട്ടോ. അതുപോലെ ചോളത്തണ്ട് കൊടുക്കുന്നതും ചോളം കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ പശുക്കൾക്കൊക്കെ. അപ്പം നമുക്ക് ആദ്യമൊക്കെ പശു ഉള്ളപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ താഴെ മാമിൻ്റെ അവിടെ നിന്ന് അല്ലാതെ ഇവിടെ നിന്ന് പശു വളർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല അവരൊക്കെ വന്നിട്ട് വെട്ടിയിട്ട് പൊക്കോളൂ. പിന്നെ ഇതാ നമ്മളായാലും ഇപ്പോൾ ചോളം പൊടിച്ചെടുത്തിട്ടുള്ളതിൽ ചില തണ്ട് ഫുള്ളായിട്ട് ചോളം ഉണ്ടായി തീർന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ടിട്ടുണ്ട്, കാരണം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ പിന്നെ എന്തായാലും അത് നിർത്തിയിട്ടും കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ചോളം ഒടിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ സൗണ്ടുകൾ കേട്ടില്ല, അത് വേറെ ആരില്ല കേട്ടോ, ഇവരാട്ടോ. ഇവരിങ്ങനെ കൂവി വിളിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ആട്ടോ ഇവരുടെ മെയിൻ പരിപാടികളെല്ലാം. കാരണം രാവിലെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 മണി വരെ ഇവിടെ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേനും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നേരെ ഒന്ന് വീട്ടിലേക്ക് വരും കേട്ടോ. പിന്നെ നമ്മൾ ചിലപ്പോൾ അരി കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ തവിടോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പം അതെല്ലാം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ. മാത്രമല്ല ഇപ്പോൾ അവർ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുവാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അങ്ങനെ തന്നെ നമ്മളിവിടെ ചോളം ഒടിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ വേറൊരു സംഭവം കണ്ണിൽ ഉടക്കിയത്. അത് വേറൊന്നുമല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഇരട്ടപ്പഴം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തോന്നിട്ട് ഇരട്ടച്ചോളകം പോലെ ആട്ടോ ഉണ്ടായിട്ടുള്ളത്. നോക്കി അവർ ഒരു ചോളകം അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ട്, മറ്റേ നോക്കി ചെറിയ രീതിയിൽ നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ ആ ചെറിയൊരു ഗ്യാപ്പിലാട്ടോ വളർന്നിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഇരട്ടച്ചോളകം എന്നൊക്കെ പറയാം. എന്തായാലും ഇതിലങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാട്ടോ തോന്നുന്നത്. എന്തായാലും ചോളത്തിൻ്റെ രീതിയിൽ തന്നെ കേട്ടോ ഉൾഭാഗമൊക്കെ ആയാലുള്ളത്. മഴക്കാർ നന്നായിട്ട് മൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റും കൂടിയാണല്ലോ. പിന്നെ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചീവീട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴായാലും നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചീവീടെ സൗണ്ട് എന്താ പറയുക നല്ല മുഴങ്ങുന്ന രീതിയിലാട്ടോ കേൾക്കുന്നത്. അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവർ ആക്കിയിരിക്കുകയാണ്. സംഭവം വേറെ കേട്ടോ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വോയിസ് കേൾക്കുന്നത് നമ്മുടെ ചീവീടിൻ്റെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിടിച്ചെടുത്തുള്ള ഒരു ഇരട്ടച്ചോളകം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറുത് നമ്മളിതാ തുറന്ന് നോക്കിയപ്പോൾ അതിലങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളത് തന്നെയാണ്. അപ്പം നല്ലത് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാം കേട്ടോ, കാരണം കുറച്ചുകൂടി ഒന്ന് മൂപ്പെത്താനുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചോളമൊക്കെ നട്ടു കൊടുക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ഏലത്തിൻ്റെ തട്ടുകളൊന്നും ഇത്രയും അങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം നോക്കി അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ആയിട്ട്. എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ നടാൻ പറ്റും എന്നുള്ള കാര്യം അത്ര പോസിബിൾ അല്ല കേട്ടോ. കാരണം ഇങ്ങനെ ദിവസം ചെല്ലുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ എത്രത്തോളം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ അന്ന് നട്ടു കൊടുത്തിട്ടുള്ള ഒരു കുറ്റിപ്പയറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് കണകകളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. കാരണം നമ്മളന്ന് കാടൊക്കെ വിട്ടിയ ടൈമിൽ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയതായിരുന്നല്ലോ. എന്നാലും ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടെയൊക്കെ. അതായത് കറക്റ്റ് ആ ഒരു ചൂട്ടിലൊക്കെ ഉള്ളത് നമ്മൾ ചൂട്ടിൽ നിന്നൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് പറിക്കുകയാണോ ചെയ്തപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു മിഷൻ കാട് വിട്ടിയ ടൈമിൽ ആ ഒരു ബ്ലേഡ് തട്ടാത്തത് മാത്രം 1-2 അവിടെ ഇവിടെ അവശേഷിക്കുന്നുണ്ടേ. അങ്ങനെതാ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒടിച്ചെടുത്ത ഒരു തണ്ടാട്ടോ ചോളത്തിൻ്റെ. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇതാ തട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാട്ടോ. കാരണം അതിനങ്ങനെ ഉണ്ടാവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതേപോലെ നോക്കി ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കാപ്പി വിളവെടുക്കാമെന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം നന്നായിട്ട് ഇതിൻ്റെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ കാപ്പിയും ഈ ഒരു ലെവലിലായിട്ടില്ല കേട്ടോ. ഒരു 3-4 കാപ്പിയുടെ തൈകൾ മാത്രമേ ഇത്രയും നന്നായിട്ട് മൂത്തിട്ടുള്ളൂ. ഇതൊക്കെ ആദ്യം പൂത്തതാട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം നന്നായിട്ട് ഞങ്ങൾ കായകൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും
നന്നായിട്ട് മൂത്ത് ഒന്നുകൂടി ഒന്ന് പഴുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് പറിച്ചെടുക്കും. എന്തായാലും ഇപ്പോൾ തന്നെ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാം ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാൻ പാകത്തിനാകുമ്പോഴാണ് നമ്മളെല്ലാം പറിച്ചെടുക്കുക. അതുപോലെ തന്നെ മൂത്തത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ ഇതാ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ആദ്യം ഫുള്ള് കാപ്പി തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാട്ടോ നമ്മൾ ഏലമൊക്കെ വെച്ചപ്പോൾ രണ്ടും കൂടി മിക്സായി മാറിയത്. പിന്നെ കവുങ്ങുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കവുങ്ങുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഒട്ടും അനുയോജ്യമായിട്ട് അങ്ങ് വളരാത്തതുകൊണ്ട് തന്നെ കവുങ്ങിൻ്റെ ഇതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തന്നെ നമ്മളിനിപ്പോൾ എത്രത്തോളം കെയർ കൊടുത്താൽ പോലും പെട്ടെന്ന് തന്നെ അതങ്ങ് മണ്ടങ്ങ് പോകും. അതുകൊണ്ട് തന്നെ കവുങ്ങൊന്നും ഇപ്പം അങ്ങനെ വലുതായിട്ടില്ല എന്ന് പറയാം. പിന്നെ നമ്മുടെ ഈ കാപ്പിയൊക്കെ നന്നായിട്ട് മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാപ്പിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ഒരുപാടൊന്നും വേണ്ടത് കൊണ്ട് അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇതുപോലെ വറുത്ത് പൊടിക്കും. ബാക്കി നമ്മൾ കടയിൽ ഉണക്കിയിട്ട് കൊടുക്കാറാണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചോളത്തിനേ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചോളം ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ആ ഒരു തണ്ടിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു കറുത്ത ഉറുമ്പുകൾ ഒത്തിരി ഉണ്ട്. ഈ ഒരു മധുരമൊക്കെ കാരണമായിരിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ചോളത്തിനുണ്ടാകുന്ന മേൽഭാഗത്തുള്ള ഒരു മുടി പോലെ സംഭവം ഉണ്ടല്ലോ, നാര് പോലെ. അപ്പോൾ ആ ഒരു സാധനം നന്നായിട്ട് തന്നെ ഉണങ്ങും കേട്ടോ. അതായത് ആ ഒരു ഉണങ്ങുന്ന ഇപ്പം നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തുള്ള ആ ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു കളറിലേക്കൊക്കെ വരുന്നൊരു ടൈമിൽ കറക്റ്റായിട്ട് തന്നെ ചോളം മൂത്ത് നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് റെഡിയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചോളത്തിൻ്റെ ആ ഒരു തണ്ടിനുണ്ടാകുന്ന ആ ഒരു ഇലകളുണ്ട്, നല്ല വീതിയും അതുപോലെ തന്നെ നല്ല നീളമുണ്ട് കേട്ടോ. നമ്മളിവിടെ ബ്ലോക്ക് പോലൊക്കെ നട്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാട്ടോ അത് വന്നിട്ടുള്ളത്. പിന്നെ ചോളമൊക്കെ നമ്മൾ നട്ടു കൊടുത്ത് കുറച്ചൊന്ന് വലുതായി വന്നൊരു ടൈമിൽ നമ്മൾ നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാറ്റോ മഴയൊക്കെ വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് അങ്ങ് ചാഞ്ഞ് വീഴൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചോളത്തിൻ്റെ വെയിറ്റ് കൊണ്ടൊക്കെ അടിയിൽ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണ്ട് ഒടിഞ്ഞ് വീഴും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ചോളം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് വളരെ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിർത്താനൊക്കെ പറ്റും. പിന്നെ ഞാനിവിടെ ചോളം ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏട്ടനും ഇവിടെ പറമ്പിൽ ഓരോ പണികളൊക്കെ ആട്ടോ, വളമിടലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ ചിരിച്ചത്. അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം ചോളമൊക്കെ നമുക്കിത് കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നേരത്തെ മുന്നേ ഞാൻ കാണിച്ചിട്ട് നമ്മുടെ കോഴികൾ തരാം, അവർ ഫുള്ള് ഇതവിടെ ഫുള്ള് ചെനക്കി പെറുക്കൽ തന്നെയാണ്. അപ്പോൾ മഴ പെയ്താൽ അവർക്കങ്ങനെ നനയൊന്നും പേടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ ഒരു ഏലത്തിൻ്റെ ഇടയിൽ കൂടി ചോളത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അവർക്ക് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നനയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും ചോളം കേട്ടോ ഒടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തായാലും കറക്റ്റ് ടൈമിനാട്ടോ നമ്മുടെ ചോളം ഒടിക്കലെല്ലാം കഴിഞ്ഞത്. കാരണം നോക്കി എല്ലാം ഒടിച്ചത് അവിടെ എത്തിയപ്പോഴത്തേനും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴികൾ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല, നമ്മൾ ഇത് തന്നെ നനഞ്ഞ് കുളിക്കരുത്. നമുക്കിനി ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ആവണിക്കുട്ടി ഉറക്കമായിരുന്നല്ലോ, എന്താ അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചോളമൊക്കെ ഒടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ ആവണിക്കുട്ടി എണീച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി ഇപ്പം എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ചോളം ഇവിടെ കൊണ്ട് വെച്ച് ആവണിക്കുട്ടി എണീച്ചോന്ന് ചോദിച്ചപ്പോഴത്തേനും ആ വിളി കേട്ടിട്ട് അമ്മേന്ന് തോടി അടുക്കളയിലേക്ക് വന്നിരിക്കുമായിരുന്നേ. എണീച്ച് വന്ന് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ ഇരിക്കും കേട്ടോ. പിന്നെ വന്ന വഴിക്ക് ചോളമൊക്കെ കണ്ടപ്പോഴത്തേനും ആൾ ഡബിൾ ഹാപ്പിയാണ്. കാരണം ഇന്ന് രാവിലെ തൊട്ട് ചോളത്തിൻ്റെ കാര്യം പറയണ്ടായിരുന്നു നോക്കി. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഈ ഒരു ചോളത്തിൻ്റെ ഓരോ പോളകളും പൊളിച്ചെടുക്കൽ കുറച്ച് പണി തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോളകൾ പൊളിക്കാനുണ്ട്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിങ്ങനെ കൈ വയ്ക്കുമ്പോഴത്തേന് പെട്ടെന്നൊക്കെ പോരുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തൊക്കെ നല്ല മഴ പെയ്ത് ഇപ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ നേരത്തെ തന്നെ സെറ്ററിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ സെറ്ററിൻ്റെ. അപ്പോൾ പാൻ്റൊക്കെ ഇതാ ഉറങ്ങി നീച്ചപ്പോഴത്തേന് ഉരി കളഞ്ഞിരിക്കുകയാണേ. മാത്രമല്ല ഇപ്പോൾ ഇത്ര നേരം പുതപ്പിനുള്ളിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല ചൂടാട്ടോ ആളെ തൊടുമ്പോഴത്തേനും. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ഇത്രയും ഡീസൻ്റായിട്ട് ഒതുങ്ങി, അതായത് ചോളൊന്നും പൊളിക്കാൻ വരാതിരിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞതാണ് ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടല്ലേ ഉള്ളൂ, അധികം ടൈമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഉറക്കപ്പിച്ച് അങ്ങ് മാറി വരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചോളം പൊളിക്കാനും നിരത്താനും ആളെന്നെക്കാളും ഫ്രണ്ടിലുണ്ടാവും. എന്നാലും കുറച്ച് ടൈം ആകുമ്പോഴത്തേനും തുടങ്ങുന്നതാണെന്ന് തോന്നുന്നത്. കാരണം ഇപ്പോഴല്ലേ നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങി, മാത്രമേ അവളിപ്പോൾ നീച്ച് വന്നിട്ടല്ലേ ഉള്ളൂ. അവൾ ചിരിക്കുന്നത് ഇറന്നു കേട്ടോ. ആ ഒരു ചോളമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ചോളത്തിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു മുടി പോലെ സംഭവം ഉണ്ടായിരുന്നു, ആര് പോലത്തെ, അത് കാണുമ്പോൾ അവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അത് അവൾക്ക് ഞാൻ പിടിക്കാൻ കൊടുത്തിട്ട് അവൾ അങ്ങനെ പിടിക്കാനൊന്നും വന്നില്ല കേട്ടോ. ചീച്ചി എന്ന് പറഞ്ഞിട്ട് മാറ്റി കളയുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ പറിച്ചെടുത്തുള്ള ചോളം ചിലപ്പോൾ പുഴുങ്ങാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന്, അതായത് ഇത്രയും മൂപ്പത്തുന്നതിന് കുറച്ച് ഡേയ്സ് മുന്നേ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് അരച്ചതിന് ശേഷം നമുക്ക് ദോശ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കാണാനൊക്കെ നമുക്ക് കറക്റ്റ് ഒരു നമ്മൾ മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെയാണ് വരിക. പക്ഷേ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കാതെ കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒരു വട്ടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡെയിലി നമ്മളിങ്ങനെ നോർമൽ ദോശേനെ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനൊക്കെ ചെറിയൊരു ട്രിക്ക് കൂടി അടമ്പുന്നത്. നമ്മുടെ ആവണിക്കുട്ടി ഞാൻ ഒരു വട്ടം അങ്ങനെ കൊടുത്തപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടമ്പുന്നാലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടമാവും കേട്ടോ.
ആ മേൽഭാഗത്തെ പോളൊക്കെ ഇങ്ങനെ പൊളിച്ച് താഴേക്ക് വെച്ചിട്ട് അവസാനം ആ ലാസ്റ്റിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് ചെറിയൊരു മൽപ്പെടുത്താൻ തന്നെ പറയാം കേട്ടോ. കാരണം ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ ചിലതങ്ങ് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ലാസ്റ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നുണ്ടേ. എന്തായാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ പുറത്ത് എന്തായാലും നല്ല ഗംഭീരമായിട്ട് മഴ ഇങ്ങനെ പെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ നല്ല തണുത്ത കാറ്റും തണുപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെന്താ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചോളമൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പൊന്നും ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് മൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചോളത്തിലൊക്കെയാണ് നല്ല രീതിയിൽ മണിയുണ്ട് കേട്ടോ. ചിലതൊക്കെ അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ഭാഗത്ത് പോയി പൊടിച്ചില്ലേ, അപ്പോൾ അതിൽ ചിലതിലൊക്കെ കേട്ടോ കുറച്ച് മണി കുറവുള്ള. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഫുള്ള് നന്നായിട്ട് തന്നെ മണിയുള്ള ചോളങ്ങളാണേ. പിന്നെ നമുക്കിത് ചോളം വെച്ചിട്ട് തന്നെ വെറൈറ്റി ആയിട്ട് പല സംഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് മൂത്ത ചോളത്തിന് നമ്മൾ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോളപ്പുട്ടും ആക്കാൻ വേണ്ടി പറ്റുമേ. അങ്ങനെ ഇതാ പൊളിച്ച് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊളിച്ച് വന്നപ്പോഴത്തേന് നോക്കി ചോളത്തിനേക്കാളും കൂടുതൽ നന്നായിട്ട് തന്നെ ആ ഒരു ചോളത്തിൻ്റെ ഒരു പോളകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഡാവണിക്കുട്ടി കാര്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അവൾ പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇരുന്നിട്ട്. പിന്നെ കാണിച്ചു തരുന്ന ഒരു ടൈമിൽ ഇതുപോലത്തെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആൾ മാറ്റി കാര്യമായിട്ട് തന്നെ താഴെ ഇടുന്നുണ്ടേ. ഉമ്മയും ടാറ്റയൊക്കെ തന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് 2 ചോളം കൂടി വേണം കേട്ടോ. 2 ചോളം കൂടി പൊളിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിവിടെ 2 ചോളം കൂടി പൊളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ പോയിട്ട് ചോളം പൊളിക്കണ്ടേ.